ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറെ ആരെയല്ല, നമ്മുടെ ചന്ദ്രനെ ശ്രുതിനെയാണ്. അങ്ങനെ ചന്ദ്ര രേവതിയോടുള്ള കലിപ്പിന് ഇങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ രേവതി കുറേ തറുതലയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് കട്ടക്കലിപ്പിനാണ് വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അമ്മേനെ കാണാൻ പോകാൻ വേണ്ടി ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നത്. ബാഗൊക്കെ എടുത്ത് വരുന്നത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളിത് എവിടെ പോവുക എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അമ്മേ എനിക്ക് പാർലർ വരെ ഒന്ന് പോകണം. ആണോ, നീ കണ്ടില്ലായിരുന്നോ എൻ്റെ മോളെ ഒരു കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ആ രേവതിയുടെ താലിമാറ്റൽ ചടങ്ങിന് വന്നില്ലായിരുന്നോ ഒരു കൊച്ച്? ആ കൊച്ച് എന്തായിരുന്നു അതിൻ്റെ പേര്? എന്തോ ആദിയോ മാതിയോ അങ്ങനെ കണ്ട ഒരു പേരുള്ളൊരു കൊച്ച്. ആ കൊച്ച് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാനാന്ന് പറ. റോഡിൽ കൂടെ നിരങ്ങി നടക്കുന്നവരെയൊക്കെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരും. ഇതെന്താ സത്രവോ? ഒരു ദാരിദ്ര്യം പിടിച്ച അമ്മയും മോനും. അപ്പോഴത്തേക്ക് ശ്രുതി, ആൻറ്റി എന്താ എന്താ മോളെ? അല്ല ഒന്നുമില്ല, പാർലറിൽ ക്ലയൻറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് പോവാം. എങ്കിൽ പിന്നെ മോള് ചെല്ല്, ജോലിയല്ലേ മുഖ്യം, മോള് പൊക്കോ, ഇതൊന്നും മോള് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ അങ്ങ് പറഞ്ഞു വിടാണ്. ഏതായാലും ശ്രുതി നടയിൽ ചെന്ന് നിന്നിട്ട് തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രനെ. കാരണം ചന്ദ്ര പറഞ്ഞത് കയറി കൊണ്ടത് മുഴുവൻ നമ്മുടെ ശ്രുതിക്ക് തന്നെയാണല്ലോ, ശ്രുതിനെ കുറിച്ച് കൂടെയാണല്ലോ പറഞ്ഞത്. അതിൻ്റെ അമ്മ ദാരിദ്ര്യം പിടിച്ചവള് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ കുട്ടീനെ കുറിച്ച് പറയുമ്പം. അപ്പം ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശ്രുതി ഉള്ളത്. അപ്പം ശ്രുതി നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, ഹോസ്പിറ്റലിലേക്കാണ്. ഈ സമയം നമ്മുടെ ആദിമോനെ കാണിക്കുന്നുണ്ട്. ആദിമോ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് പാലൊക്കെ ആയിട്ട് നമ്മുടെ രേവതി റൂമിലേക്ക് കയറി ചെന്നിട്ട് സച്ചിയോട് പറഞ്ഞു, നല്ല ഉറക്കമാണല്ലോ. കുറേ സമയമായി, ഏതായാലും ഇപ്പം വിളിക്കാൻ നിൽക്കട്ടെ, കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. അല്ല ഒന്ന് വിളിച്ചിച്ചിട്ട് പാല് കൊടുത്താലോ സച്ചിയേട്ടാ? അതും ശരിയാ, കൊച്ചിന് ക്ഷീണം കാണുമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, മോനെ ആദി എണീറ്റ് കുറച്ച് പാല് കുടിച്ചിട്ട് കിടക്കാമെന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ വിളിച്ചെണീപ്പിക്കാൻ നോക്കുക സച്ചിയും രേവതിയും കൂടെ. അപ്പം കൊച്ചു രേവതിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം രേവതി എന്നാൽ പാല് കുടിക്കാൻ പറയുമ്പോൾ അത് മേടിക്കുന്നില്ല. അപ്പം രേവതി ചോദിച്ചു, എന്ത് പറ്റി, എന്താ മോൻ ഇങ്ങനെ നോക്കുന്നത്, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് കുട്ടി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം സച്ചി പറഞ്ഞു, നീ ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ വീട്ടിലാണ്, അത് നീ മറന്നു പോയോ? ഞാനേ നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാ. അത് എനിക്ക് എൻ്റെ അമ്മൂമ്മേനെ കാണണം, എനിക്കിപ്പം തന്നെ എൻ്റെ അമ്മൂമ്മേനെ കാണണം. എൻ്റെ അമ്മൂമ്മയ്ക്ക് എന്താ പറ്റിയത്? മോൻ്റെ അമ്മൂമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല, മോൻ്റെ അമ്മൂമ്മേനെ പോയി കാണാമല്ലോ. മോനിപ്പോൾ ഈ പാല് കുടിക്കുക. എനിക്ക് വേണ്ട, എനിക്ക് പാലൊന്നും വേണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കേട്ടോ, ഇത് മുഴുവൻ മോൻ കുടിക്കണം. ഇതുവരെയായിട്ട് മോൻ എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിച്ചില്ലല്ലോ. പാല് കുടിക്കുക, പാല് കുടിച്ച് കഴിയുമ്പം നമുക്ക് അമ്മൂമ്മേനെ കാണാൻ പോകാം, അതുപോലെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുട്ടി ആ പാല് മേടിച്ച് കുടിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ രേവതി ചോദിച്ചു, അല്ല മോൻ്റെ ആൻറ്റിയുടെ പേര് പറഞ്ഞില്ല, അവരെവിടെയാ താമസിക്കുന്നതെന്നും പറഞ്ഞില്ല. പേര് പറ മോനെ, എന്താ മോൻ്റെ ആൻറ്റിയുടെ പേര്? അത് പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകണം, എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക. ആൻറ്റി ഒരു കാര്യം ചെയ്യേ, ഇത് പിടിക്കാൻ പറഞ്ഞു. ആ കുട്ടിയുടെ ഒരു ബുദ്ധി ഓർക്കണേ. കുട്ടി ഏതായാലും ആ സമയം കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് കയറിയിരിക്കുമ്പോഴത്തേക്കും ഒരു ചോദ്യങ്ങളും വരില്ലല്ലോ. അത്രയ്ക്കും ബുദ്ധിയും ഉള്ള കൊച്ചു തന്നെയാണ് കേട്ടോ നമ്മുടെ ആദിയുടെ അടുത്താണ് ശ്രുതിയുടെ ഈ കളിന്ന് ഓർത്തോണം. ഏതായാലും നമ്മുടെ സച്ചിൻ രേവതിയും വേറൊന്നും പറയാനും പോയില്ല കുട്ടിയോട്. ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് പറയാനാണ്. ഇതിനിടയിൽ കാണിക്കുന്നത് ശ്രുതിനെയാണ്. ശ്രുതി നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് റിസപ്ഷനിൽ തിരക്കുകയാണ്. ഇന്ന ആൾ എവിടെയാണെന്നൊക്കെ തിരക്കുകയാണ്. അപ്പോഴത്തേക്ക് റിസപ്ഷനിൽ നിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞു കൊടുത്തു, 102 റൂം, അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഓടി നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ശ്രുതിയുടെ അമ്മയുടെ ബോധം തെളിഞ്ഞു കിടക്കുക. അങ്ങനെ ശ്രുതി ഓടി ചെന്നിട്ട് അമ്മയ്ക്ക് എന്താ അമ്മ പറ്റിയത്, എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയത് എന്ന് ചോദിച്ച് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ ഒന്നുമില്ല മോളെ, നീ കരയാതെ. അല്ല അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എന്താ ഇപ്പം ഇവിടെ? അമ്മയ്ക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോൾ ഇവിടെ ഇരിക്കുക സമാധാനമായിട്ട്. അല്ലമ്മ എന്താ പറ്റിയത് എനിക്ക് അറിയണം. ഞാനും ആദ്യം നടന്നു വരുമ്പോഴേ തല കറങ്ങി വീണതാ, അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കുറച്ചു മുമ്പ് ബോധം വന്നത്. എന്തോ എനിക്ക് ബാക്കിയൊന്നും ഓർമ്മയില്ല മോളെ എനിക്ക്. പിന്നെ ഇത് തുടങ്ങിയിട്ട് കുറേ ആയല്ലോ, ഈ തലകറക്കവും ഒക്കെ തുടങ്ങിയിട്ട്.
എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പം ഇത് തന്നെയാ പരിപാടി. ആ, അത് വേറൊന്നുമല്ല. അമ്മ സമയാസമയം ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അതും കൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. കഴിക്കുന്നുണ്ട് മോളെ, എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. അല്ല, ഇപ്പം എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? ഇപ്പം കുഴപ്പമൊന്നുമില്ല. നല്ല ക്ഷീണം തോന്നുന്നുണ്ട് അമ്മയ്ക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല എന്തിനാ അമ്മ ആദ്യം കൂട്ടി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? വരുന്ന കാര്യം എന്താ അമ്മ എന്നെ അറിയിക്കാത്തത്? അല്ല, ഇപ്പം നോക്കിക്കേ, ആരുമില്ലാത്തവരെ പോലെ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നില്ലേ എൻ്റെ അമ്മയ്ക്ക്? ഈ മോളുണ്ടായിട്ടും ആരുമില്ലാത്തവളെ പോലെ ആയി പോയില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, മോളെ കല്യാണി കരയാതെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നടന്നു വരുമ്പോഴാ പെട്ടെന്ന് തല കറങ്ങി വീണത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ബോധം വന്നപ്പം ദേ ഞാൻ ഈ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ നമ്മുടെ സച്ചിൻ രേവതിയില്ലേ, സച്ചിൻ രേവതിയാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് രക്ഷിച്ച് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഏതായാലും ദൈവം വിട്ടതായിരിക്കും അവരെ. ആദ്യം കാണാതായപ്പോഴത്തേക്കും എൻ്റെ ജീവൻ പോയി. അപ്പോഴാ എന്നോട് നേഴ്സ് പറഞ്ഞത് സച്ചിൻ രേവതിയാണ് ഇവിടെ എന്നെ എത്തിച്ചതെന്നും ഒക്കെ. അപ്പോഴാണ് എനിക്ക് അവരാണ് ഇവിടെ എത്തിച്ചതെന്ന് പോലും മനസ്സിലായത്. അവര് നമ്മുടെ സച്ചിൻ രേവതിയും തന്നെയാ മോളെ. അതെ അതെ അമ്മേ, അവര് തന്നെയാ. അവര് ആദീനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നായിരുന്നു. ആദീനെയും കൂട്ടി അവര് വീട്ടിൽ വന്നപ്പോൾ ആൻറ്റി പ്രശ്നം ഉണ്ടാക്കി. അവരുടെ സംസാരത്തിൽ നിന്ന് അമ്മ ഇവിടെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, മോളെ ആദ്യം കണ്ടോ? അവനെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അവനൊന്നും പറഞ്ഞില്ല. അവൻ ഉറക്കത്തിലല്ലായിരുന്നോ? ഏതായാലും അത് ഭാഗ്യമായി. ഞാൻ സച്ചിയുടെ രേവതിയുടെ കണ്ണിപ്പെട്ട് നന്നായി മോളെ. അല്ലായിരുന്നെങ്കിൽ ഇപ്പം വെള്ള പുതപ്പിച്ചെന്നെ കിടത്തിയനെ. അങ്ങനെയൊന്നും പറയരുതമ്മേ. ദേ, ആരുടെ മുമ്പിൽ നമ്മൾ ചെന്ന് ചാടരുത് എന്ന് ആഗ്രഹിക്കുന്നോ അവരുടെ മുമ്പിലാ നമ്മൾ കൂടെ ചെന്ന് ചാടുന്നത്. എന്തിനമ്മ ഇങ്ങോട്ടേക്ക് വന്നത്? കാണണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് വന്ന അമ്മേനെ കണ്ടോളൂലേ. നിങ്ങൾ ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം. കരുതി കൂട്ടി എന്നെ ഉപദ്രവിക്കുകയാണോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ നീ പറയുന്നത്? എൻ്റെ ഫോൺ തകരാറില്ല, അതും കൊണ്ടാ മോളെ വിളിക്കാത്തത്. അതിൽ നിന്ന് വിളിക്കാനും പറ്റില്ല. അത് മൊത്തം പൊട്ടിപ്പോയി മോളെ. നിന്റെ നമ്പർ എടുക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. നിന്റെ ഫോൺ നമ്പർ എനിക്ക് കാണാതെ അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. കല്യാണി, എനിക്ക് തീരെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീഴുന്നു, ബോധം പോകുന്നു. എന്തൊക്കെയോ വല്ലാത്തൊരു അസ്വസ്ഥതയാ. ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം വീട്ടിലും തലകറങ്ങി വീണു. ആദ്യം സ്കൂളിൽ പോയിരുന്നു. പിന്നെ അടുത്തുള്ളവരൊക്കെ കൂടിയ വന്ന് എന്നെ എങ്ങനെയോ താങ്ങി പിടിച്ചെടുത്തത്. കുറേ നേരം പക്ഷെ ഞാൻ അവിടെ ബോധമില്ലാതെ കിടന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ ആദിക്ക് ആരാ മോളെ ഉള്ളത്? അവന് ആരുമില്ലല്ലോ. അതോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഒറ്റയ്ക്കാവില്ലേ? അവന് അനാഥനായി പോവില്ലേ? നീ അവനെ നോക്കുവോ? ഇല്ല. അതൊക്കെ ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തത്. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഈ ശ്രുതിയാ പറയുന്നത്. ഞാൻ എവിടെ വേണമെങ്കിലും അമ്മേനെ കൊണ്ടുപോയി ചികിത്സിക്കും. അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് വേണം. എനിക്കെന്തോ അതൊന്നും തോന്നുന്നില്ല മോളെ. വല്ലാത്തൊരു ഭയവാ തോന്നുന്നത്. മരണത്തിലേക്കുള്ള വഴിയാണെന്നൊക്കെയോ എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ ആദീനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ ഒരിക്കലും ഒറ്റയ്ക്കാകാൻ പാടില്ല. അവൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പം അവൻ ഒറ്റയ്ക്കായിട്ട് വളരുന്നത് എനിക്ക് സഹിക്കില്ല. ചെറിയ പ്രായത്തിൽ നിന്നെ നിർബന്ധിച്ച് ഞാൻ വിവാഹം കഴിപ്പിച്ചു. അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കുഞ്ഞും ഉണ്ടായി. പക്ഷേ അവൻ്റെ അച്ഛൻ അങ്ങ് പോകുകയും ചെയ്തു. എന്ത് ചെയ്യാനാ? ഈ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ ഒരവസ്ഥയായി പോയി. നീ അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ കാരണം ഈ ഞാൻ തന്നെയല്ലേ? പാപ ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? അമ്മ അതൊന്നും സംസാരിക്കാതിരുന്നേ. സത്യമോളെ, ഇനി എത്ര കാലം ഈ അമ്മ ഉണ്ടാകുമെന്ന് അറിയില്ല. ഹാദിയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് പേടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ കാണാനായിട്ട് അവിടെ നിന്ന് നിന്നോട് പറയാതെ ഇവിടെ വന്നത്. നിന്റെ വീട്ടിലേക്കല്ല ഞാൻ വന്നത്, നിന്റെ ബ്യൂട്ടി പാർലറിലേക്ക് വരാൻ വേണ്ടിയായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ സുഹൃത്തില്ലേ മീര, അവളുടെ വീട്ടിലേക്ക് പോകാനാ ഉദ്ദേശിച്ചത്. അവളുടെ ഫോണിൽ നിന്ന് നിന്നെ വിളിച്ചു വരുത്താന്ന് കരുതിയിട്ടൊക്കെ ഓർത്താ ഞാൻ ഇവിടെ വന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. അമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല അമ്മ ഇതൊന്നും മനസ്സിൽ വിചാരിക്കാതെ ചികിത്സിച്ചാൽ മാറുന്ന അസുഖമല്ലേ അമ്മയ്ക്കുള്ളൂ, അല്ലാതെ മാറാ രോഗങ്ങളൊന്നും അല്ലല്ലോ. ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അസുഖം കൂട്ടാതിരിക്കുക
അമ്മ. അമ്മ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക, പേടിക്കാതെ ഇരിക്കമ്മേ. എന്തിനാ അമ്മ ഭയപ്പെടുന്നത്? അമ്മ പെട്ടെന്ന് സുഖപ്പെടും. അമ്മ അമ്മ എന്നും എന്നും ഈ സന്തോഷത്തോടു കൂടി തന്നെ ജീവിച്ചിരിക്കും. അത് കാണാനല്ലേ ഞാനും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു നേഴ്സ് കയറി വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇവരുടെ ആരാ? അത് പിന്നെ റിലേറ്റീവാ. ഇപ്പം എങ്ങനെയുണ്ടാ ഇവർക്ക്? അത് ഡോക്ടർ പറഞ്ഞോളും. ഇപ്പം ഈ ഇഞ്ചക്ഷൻ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ മേടിക്കാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കാരണം അവിടെയും നമ്മുടെ ശ്രുതിക്ക് കള്ളത്തരം പറയേണ്ടി വന്നു. അമ്മയാണെന്നല്ല, റിലേറ്റീവ് ആണെന്നാണ് പറയേണ്ടി വന്നത്. വേറെ എന്ത് ചെയ്യാനാ, നിവൃത്തിയില്ല. ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളങ്ങൾ പറയണം എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലായി പോകുന്നൊരു നിമിഷം അത്. അങ്ങനെ ഏതായാലും നമ്മുടെ ശ്രുതി മെഡിസിൻ മേടിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോവുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദീനെയാണ്. ആദി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കൈയൊക്കെ കുത്തി ആ കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ഈ കുട്ടീനെ കണ്ടത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് തുറച്ചു നോക്കിയിട്ടോ. അപ്പം മേളിലേക്കൊക്കെ ഒന്ന് ചന്ദ്ര നോക്കി. അപ്പം അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ചന്ദ്ര കുട്ടിയുടെ അടുത്തേക്ക് വന്നേ. പതിയെ കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട്, ഡാ നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? അത് ആദി. നിന്റെ അമ്മയുടെ പേരെന്താടാ? അപ്പൊ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. കുട്ടി മിണ്ടാതിരിക്കുക. അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിച്ചു, എന്താ നിന്റെ ചെവി കേൾക്കത്തില്ലേ നിനക്ക്? നിന്റെ അമ്മയ്ക്ക് എന്താ പേരില്ലേ? നിനക്ക് എന്താ അമ്മയില്ലേ? നീ എന്താ അമ്മയില്ലാത്ത കുട്ടിയാണോ? നിന്നോട് ചോദിച്ചില്ലേ നിന്റെ അമ്മയുടെ പേരെന്താന്ന്? അല്ല നിന്റെ അച്ഛന്റെ പേരെന്താ? ഓ, നിനക്ക് അച്ഛനും ഇല്ലായിരിക്കും. നീ എന്താടാ ചോദിച്ചിട്ടും മറുപടി പറയാത്തത്? നിന്റെ വായിലെന്താ ഉണ്ണിയപ്പം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കണ്ടിട്ട് സച്ചി ഇങ്ങ് വന്നിട്ട്, ഇതെന്താ നിങ്ങൾ കുട്ടീനെ പേടിപ്പിക്കുകയാണോ? കുട്ടീനെ പേടിപ്പിക്കണം. ഇവനെ കുട്ടിയൊന്നുമല്ല, ഇവൻ പഠിച്ച കള്ളനാ. ഇവൻ നമ്പർ ഇറക്കിയതാ ഇവിടെ കയറി പറ്റാൻ വേണ്ടി. അതുകൊണ്ടാ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇവന്റെ തള്ളബോധം കെട്ട് വീണത്. ലോകത്ത് മറ്റെത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെയൊന്നും ബോധം കെട്ട് വീഴുന്നില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ തന്നെ വീഴണോ? അത് തന്നെ ഇവിടെ കയറി പറ്റാന് ഉള്ള സൂത്രം പ്രയോഗിച്ചതാ ഇവൻ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഓ, എന്തൊരു ശല്യം ഇത്. ഇപ്പൊ ഞാൻ ശല്യമായിരിക്കും. നാളെ നിങ്ങൾക്ക് ശല്യമാവാൻ പോകുന്നത് അതെ ഇവനായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഒരു ഫോൺ വന്നു കേട്ടോ. അപ്പൊ സച്ചി ഏതായാലും ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആരും അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നേഴ്സ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്ത വിമല എന്ന പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ പേടിക്കാനൊന്നുമില്ല, അവരുടെ ആരോഗ്യനിലയിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അതറിയിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് താങ്ക് യു സിസ്റ്റർ, ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വരാം, ഓക്കെ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ സച്ചി. എന്നിട്ട് സച്ചി രേവതിയോട് പറഞ്ഞു, ദേ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാണ് വിളിച്ചത്, വിമലാറ്റിക്ക് ബോധം വന്നെന്നാ പറഞ്ഞത്, നമുക്ക് ഏതായാലും പെട്ടെന്ന് അവിടെ വരെ പോകണം. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതെ അതെ അതെ, നമുക്ക് ഇവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാം, കുട്ടി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയല്ലേ. രേവതി ആൻറ്റി, എനിക്ക് അമ്മൂമ്മനെ കാണണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പോകാം മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ല, അറിഞ്ഞല്ലോ, ആ സ്ത്രീക്ക് ഒരു കുഴപ്പമില്ല, ആ ആൻറ്റി സുഖമായിട്ടിരിക്കുക, മര്യാദയ്ക്ക് നാക്കടക്കി വെക്കുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതേ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് രേവതി സച്ചി അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ശ്രുതിനെയാണ് കേട്ടോ. അപ്പൊ ശ്രുതി മെഡിസിനൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോഴാണ് സച്ചി കുഞ്ഞിനെയും രേവതിയൊക്കെ ആയിട്ട് ഇങ്ങ് വരുന്നത് കണ്ടത്. ശ്രുതി പേടിച്ചു പോയി. ശ്രുതി എന്ത് ചെയ്തു, ഒരു ഓട്ടം ഓടി നേരെ നമ്മുടെ വിമല ആൻറ്റി കിടക്കുന്ന, അതായത് ശ്രുതിയുടെ അമ്മ കിടക്കുന്ന റൂമിലേക്ക് കയറി കർട്ടനിന്റെ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ റൂമിനകത്തേക്ക് പതിയെ കയറി വന്നു കേട്ടോ. അങ്ങനെ ശ്രുതി ഓടി വരുന്നത് കണ്ടതും ചോദിച്ചു, എന്താ പറ്റിയത് മോളെ എന്ന് ചോദിച്ചു കേട്ടോ ശ്രുതിയുടെ അമ്മ. അപ്പൊ പറഞ്ഞു, സച്ചി വരുന്നുണ്ട്, ഞാൻ ഇവിടെ കയറി മറിഞ്ഞു നിൽക്കാൻ പോവാ, ഞാനിവിടെ ഉണ്ടെന്ന് അമ്മ പറയരുത്, ഇവിടെ ആരും ഉണ്ടെന്ന് അമ്മ പറയരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി കയറി മറിഞ്ഞു നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് സച്ചി രേവതി ഇങ്ങ് എത്തിയിട്ടോ, റൂമിലെത്തിയപ്പോഴത്തേക്കും ആദ്യം അമ്മൂമ്മേ എന്ന് വിളിച്ച് വലിയ സന്തോഷത്തോടു കൂടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ കേട്ടോ. അമ്മൂമ്മയ്ക്കും വല്ലാത്ത സന്തോഷം, നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്കും. ഏതായാലും ആ കുട്ടീനെ നോക്കി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രേവതി ഇങ്ങ് വന്നു കേട്ടോ. സച്ചിൻ രേവതി വന്നിട്ട്, എന്താ ആന്റിക്ക് പറ്റിയത്? അതെ ആന്റി ആദ്യമോ പേടിച്ചു പോയിട്ടോ, എന്താ പറ്റിയത് അമ്മൂമ്മയ്ക്ക്? അതെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, ഇപ്പൊ അമ്മൂമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ രേവതിയും ചോദിച്ചു, ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ? ഹേയ് ഇല്ല, ഒരു കുഴപ്പമില്ല, നേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു സച്ചിൻ രേവതി എന്ന് പറയുന്ന 2 പേരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സച്ചിൻ രേവതി അത് നിങ്ങളാണല്ലോ എന്ന്. ഏതായാലും
ആ ആശ്വാസമായി. നിങ്ങൾ ദൈവം പറഞ്ഞയച്ചതാ, ദൈവം കാത്തു. എൻ്റെ മോനെയും നിങ്ങൾ കൊണ്ടുപോയല്ലോ. ഏതായാലും ഇതൊക്കെ ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും. ഞാൻ വീണ് കിടക്കാനും അവിടെ നിങ്ങൾ വരാനും. നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പം ഈ ലോകത്തുനിന്ന് തന്നെ പോയേനെ. ഞാൻ അവിടെ തന്നെ കിടന്ന് മരിച്ചേനെ. ഇങ്ങനെയൊന്നും പറയരുത് ആൻറ്റി. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് പതിയെ നമ്മുടെ രേവതിയുടെ അല്ല ശ്രുതിയുടെ അമ്മ പറഞ്ഞു, എൻ്റെ ആദിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. മരിക്കുന്നതിനെ കുറിച്ചോ ആദിനെക്കുറിച്ചോ ഓർത്തോ ഒന്നും ടെൻഷൻ അടിക്കരുത്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പം തലചുറ്റലൊന്നും ഇല്ലല്ലോ ആൻറ്റിക്ക്? ഇല്ല, ഇപ്പം ഒന്നുമില്ല. അല്ല, എന്ത് ചെയ്യണം, ആരോട് പറയണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആൻറ്റിയുടെ മോളെ വിളിക്കാമെന്ന് കരുതി ബാഗിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു ഫോൺ തകരാറാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ ആന്റി ഇപ്പൊ പറഞ്ഞോ, ഫോൺ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിക്കാം, അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം, എന്നിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. നമ്പർ പറയാം ആന്റി എന്ന് പറഞ്ഞു. ഏതിന് നമ്പർ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ നമ്പർ പറയൂ. അപ്പൊ ശ്രുതിയുടെ അമ്മ അത് പിന്നെ നമ്പർ ഇപ്പം എനിക്ക് ഓർമ്മയില്ല മോളെ, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പൊ സച്ചി പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇപ്പൊ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ ആരും ഫോൺ നമ്പർ ഒന്നും കയ്യിൽ എഴുതിയൊന്നും സൂക്ഷിക്കാറില്ലല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ എവിടെ പോയാലും ആരുടെയെങ്കിലുമൊക്കെ നമ്പർ എഴുതി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് പ്രായമായവർ. അതൊക്കെ പോട്ടെ. അല്ല, ആൻറ്റി പറഞ്ഞില്ലേ ആൻറ്റിക്ക് ഒരു മോളുണ്ടെന്ന്, അവര് ഇവിടെയും കണ്ടല്ലേ താമസിക്കുന്നത്, അവരെവിടെയാണ് താമസിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയിട്ടോ. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ്. ശ്രുതി ആണെങ്കിൽ ഇപ്പോഴെങ്ങാണം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പോകുമല്ലോ. ശ്രുതി പിടികൂടിയാൽ പിന്നെ ശ്രുതിയുടെ ജീവിതം പോയെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ ശ്രുതിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്നവരെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടോ. നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയാണ് അടുത്ത് ഇടാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ ബാലൻ്റെയും ഗോമതിയുടെയും കഥ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാം മിസ് ചെയ്ത് കാണണം. അപ്പം സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.